ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 2025 കാറ്റ് എൻട്രൻസിന്റെ MC എൻട്രൻസിന് വരുന്ന ടോപ്പിക്കും ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. MC എൻട്രൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്രാഷ് കോഴ്സിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിൽ നമ്മുടെ സിലബസ് നോക്കിയാൽ കൃത്യമായ ടോപ്പിക് വൈസ് ഒരു സിലബസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അവർ കൊടുത്തിരിക്കുന്നത് കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെ സിലബസ് ആണ്. കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സ് ഇൻ കേരള യൂണിവേഴ്സിറ്റീസ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 10th ലെവലിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ +2 ലെവലിൽ +2 മാത്തമാറ്റിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സിലബസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക. പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ഓരോ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് ആ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഗരിതം എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോഗരിതത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ലോഗരിതമിക് ഫംഗ്ഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലോഗരിതത്തിന്റെ ഒരു ലോഗ് വാല്യൂ തന്നിട്ടുണ്ട്. 10 ബേസ് ആയിട്ട് 2 എന്ന് പറയുന്നതിന്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. 0.3010 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് 2 ബേസ് ആയിട്ട് എന്താണ് ലോഗ് 10ന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ലോഗരിതത്തിന്റെ ലോഗ് m ആണ് ബേസ്, n-ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് ഈക്വൽ ആണ് എന്ത് 1/log n ബേസ് ആയിട്ട് വരെ m-ന്റെ വാല്യൂ കാണുന്നത് ഈക്വൽ ആണ്. ഇങ്ങനെ ഒരു റിസൾട്ട് ലോഗരിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, എന്താ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. എന്താണ് ലോഗരിതം ബേസ് m ആണ്, നമ്മൾ n-ന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ അതിന് ഈക്വൽ ആണ് ആര് 1/, എന്താണ് ലോഗിന്റെ ബേസ് n ആയിട്ട് വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക m-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ലോഗ് 2 ആണ് ബേസ്, 10ന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു വാല്യൂനെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതാണ്, ഇത് ഇതുപോലെയാണുള്ളത്, കാരണം ബേസ് ഇന്റർചേഞ്ച് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇങ്ങനെ എഴുതാം. ബേസ് എന്ത് വരും 10, ഇവിടെ എന്ത് വരും 2. ഓക്കെ, അപ്പോൾ ഈ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും 1/, എന്താണ് ഈ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ് വാല്യൂ എന്ന് പറയുന്നത് 0.3010 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, ആ ഒരു ആൻസർ എന്തില്ല ഇവിടെ ഇവിടെയും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെ എഴുതി മാറ്റുന്നു 1/. ഇതിനാ ഈ ഒരു ഓപ്ഷൻസ് നോക്കി നമ്മൾ അതിനൊക്കെയായിട്ട് മാറ്റുകയാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം 101 ഡിവൈഡ് ബൈ എന്ത് എഴുതാൻ പറ്റും 1000 എന്ന് എഴുതാം. 101 അല്ല 301 ഡിവൈഡ് ബൈ 1000. 301 ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് 0.301 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ഒരു ഫ്രാക്ഷൻ ഡിവൈഡ് ബൈ എഗെയിൻ വേറൊരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും താഴെയുള്ള നമ്പർ മുകളിലേക്ക് പോകും. എന്ത് വരും 1000 ഡിവൈഡ് ബൈ 301. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ, എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ലോഗരിതത്തിന്റെ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഇത് തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലോഗരിതത്തിന്റെ ഫോർമുലാസ് ഉണ്ട്. ലോഗരിതത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് ലോഗ് ഓഫ് ബേസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ലോഗ് എന്താണ് mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലോഗ് m പ്ലസ് എന്താണ് ലോഗ് n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോഗരിതം നമ്മൾ 3 ബേസ് ആണ് വരിക. ഒന്ന് എന്ത് ചെയ്യാറുണ്ട്, ഈ എക്സ്പൊണൻഷ്യൽ ബേസ് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ലോഗരിതത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ln എന്നാണ് ഡിനോട്ട് ചെയ്യുക. LOG-നെ ഡിനോട്ട് ചെയ്യാറില്ല, സാധാരണ കോമൺലി ln എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി അതേപോലെ എന്ത് ചെയ്യാറുണ്ട് 10 ബേസ് വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് LOG-നെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ 2 ബേസ് വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇതിനെ LOG എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട് ഡിനോട്ട് ചെയ്യാം. ബേസ് പിന്നെ മാറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക ln എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് ബേസ് നമ്മൾ എക്സ്പൊണൻഷ്യൽ ആണ് ബേസ് നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം. അപ്പോൾ ഇവിടെ e എന്ന് പറയുന്നത് ഏകദേശം 2.something. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത് ഫോർമുലേറ്റ് വരുന്നത്. ഇത് എല്ലാത്തിനും കറക്റ്റ് ആണ്. ln of mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln of m പ്ലസ് ln of എന്താണ് n എന്ന് വരും. ഞാൻ LOG വെച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്നു. ഇനി എന്താണ് ലോഗ് m/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ലോഗ് m മൈനസ് ലോഗ് n എന്ന് ഉപയോഗിക്കും. ഓക്കെ, ഇതൊരു ഫോർമുലയാണ്.
ഓക്കെ, അതേപോലെ എന്താണ് ലോഗരിതത്തിനെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ലോഗ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു ഈ പവർ ഇവിടത്തേക്ക് വരും, ഫ്രണ്ടിൽ വെക്ക് എൻ ഇൻറ്റു ലോഗ് എ എന്ന് നമുക്ക് അറിയാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതേപോലെ ലോഗരിതത്തിനകത്ത് ഇപ്പോൾ എൽ എൻ ഓഫ് ഇ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആൻസർ? 1 ആണ്. അതുപോലെ എന്താണ് ഇ പവർ എൽ എൻ എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, ആൻസർ. അതായത് രണ്ടും എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എൽ എൻ ഓഫ് ഇ എന്ന് വരുന്ന സമയത്ത് എന്ത് വരും? ഇ റേസ് ടു എൽ എൻ ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ എൻട്രൻസിന് വേണ്ടി പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എൽ എൻ ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താ? ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് എന്താണ് അവിടെ പവർ ആയിട്ട് വരുന്നത് അത് എന്ത് ചെയ്യും? അവിടെ. അതുപോലെ എന്താണ് ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് എന്ത് വരും? എക്സ് എന്നാണ്. ഓക്കെ, ഇതാണ് എന്ത് ലോഗരിതത്തിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ലോഗരിതത്തിന്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണ്. എൽ ലോഗ് ഓഫ് എ ഇവിടെ എന്ത് ചെയ്യാണ്? ബി വന്നു ഇസ് ഈക്വൽ ടു എൻ എന്നാണ്. ഇങ്ങനെയാണ് ലോഗരിതം ഉള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോഗ് കാണാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബേസിക് മീനിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ എഴുതുന്നത് ബേസ് ആണ്. ഈ ബി എന്ന് പറയുന്നത് ബേസ് എ ആയുള്ള ലോഗിന്റെ എന്താണ് ബി വാല്യൂ കാണാൻ പറഞ്ഞാൽ എൻ ആണ് അതിന്റെ ആൻസർ എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എ റേസ് ടു എൻ ഈക്വൽ ടു എന്താണ്? ബി എന്നാണ്. എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എന്താണ്? ബി. അതായത് ഇതിന്റെ പവറായിട്ട് ആരെ എഴുതി കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടുന്നുണ്ട് ആ പവറിനെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞത് വെച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇ എന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത്? ഇതിന്റെ ആൻസർ 1 വരാനുള്ള കാരണം ഇവിടെ ഇ ഉണ്ട്, ഇതിന്റെ ബേസ് എന്താണ്? ഇ ആണ്. അപ്പൊ ഇയുടെ മുകളിൽ നമ്മൾ എന്ത് എഴുതിയാലാണ് ഇവിടെ ഇ വരിക? ഇയുടെ മുകളിൽ 1 എഴുതിയാലാണ് എന്ത് വരിക? ഇ വരിക. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ലോഗരിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ലോഗരിതമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ട്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2024 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ. x² മൈനസ് 8x പ്ലസ് k ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ചിട്ട് പഠിക്കുന്നത് +2ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. കോംപ്ലക്സ് നമ്പറിന്റെ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? +2 പഠിക്കുന്നുണ്ട്. അതുപോലെ 10th നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയുന്നത് x is equal to -b plus or minus square root of b² minus 4ac divided by 2v ആണ്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. കാരണം എല്ലാവരും എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ പാട്ട് പാടുന്ന പോലെ എന്ത് ചെയ്യണം? 10th പാടി പഠിച്ച ഫോമുലയാണ്. അപ്പൊ എന്തില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് ആണെങ്കിൽ, ആൽഫയും ബീറ്റയും ഇതിന്റെ റൂട്ട് ആണെങ്കിൽ, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആകുമ്പോഴാണ് നമ്മൾ അതിനെ റൂട്ട് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ആവുന്ന രണ്ട് ആൾക്കാരാണ്. കാരണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് അതിന് പോസിബിൾ ആയിട്ടുള്ള എത്ര റൂട്ട്സ് ആണ് ഉണ്ടാവുക? 2 റൂട്ടാണ് ഉണ്ടാവുക. ഒരു ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ നേച്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. b² മൈനസ് 4ac എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. b² മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്ട് റൂട്ട് ഉണ്ടാവും. b² മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ ഡബിൾ റൂട്ട് ഉണ്ടാവും. അതായത് ഒരു റൂട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ b² മൈനസ് 4ac എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ കോംപ്ലക്സ് റൂട്ട് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ ഇവിടെ ആൽഫയും ബീറ്റയും റൂട്ട് ആണെങ്കിൽ, ഓക്കെ, അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടും കുഴപ്പമില്ല, ഡിസ്റ്റിങ്ക്ട് ആയില്ല. ആദ്യത്തെ കേസിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള റൂട്ട് ഉണ്ടാവുന്നതാണ്, റിയൽ റൂട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ എന്താണ്? ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഒരു റൂട്ടേ ഉണ്ടാവുന്നതാണ്. പിന്നെ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനെന്താ ഉണ്ടാവുക? കോംപ്ലക്സ് റൂട്ടുകളാണ് ഉണ്ടാവുക. അപ്പൊ കോംപ്ലക്സ് റൂട്ട് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ട്, ഒരു ആൽഫ എന്ന് പറയുന്നത് a+ib ആണ്. ഇത് കോംപ്ലക്സ് നമ്പറിന്റെ ഫോം a+ib എന്നാണ് പറയാ. a+ib ആണെങ്കിൽ അടുത്ത റൂട്ട് നിങ്ങൾ കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? a-ib ആയിരിക്കും. അതായത് ഒരു പോളിനോമിയലിന് ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? അതിന്റെ റൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? റൂട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് എന്തായിട്ട് വരും? അതിന്റെ വേറെ റൂട്ടായിട്ട് രണ്ടെണ്ണം ഉണ്ടാവും. അപ്പൊ ഇത് റൂട്ടാണെങ്കിൽ തിരിച്ചിത് വരും. എക്സാമിനൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നിട്ട് അതിന്റെ റൂട്ട് എന്താണ്? 2 - 3i ആണെങ്കിൽ അതിന്റെ വേറെ റൂട്ട്, രണ്ടാമത്തെ റൂട്ട് ഏതാന്ന് ചോദിച്ചാൽ അനദർ റൂട്ട് ഏതാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? 2 + 3i നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും റൂട്ട് ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ടുകളുടെ സം എന്ന് പറഞ്ഞാൽ -b/a ആണ്. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ ബീനെ a കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും? റൂട്ടിന്റെ സം കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ്? ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? c/a ആണ്.
ഇത് നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്, കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഇവിടെ ചെയ്യാം. അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കാണുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ആൽഫ പ്ലസ് ബീറ്റ റൂട്ട് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാണ്, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും, മൈനസ് ഓൾറെഡി ആ നമ്പർ ഏത് ഫോമിലായിരിക്കണം, പ്ലസ് ആയിരിക്കണം. അപ്പൊ ഇതിനെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇത് ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യാണ്, എങ്ങനെയുള്ളത്, എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് കെ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 8 ഇൻറ്റു എക്സ് പ്ലസ് കെ ഈക്വൽ ടു എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബി ആരാണ്, -8 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വരും, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എന്ത് വരും, -8/1. എ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ, 1 ആണ്. സി എന്ന് പറഞ്ഞാൽ ആരാ, കെ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, -8 ആണ്. സോറി, -8 അല്ല, +8 ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്ത് വരും, ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും, k/1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, കെ വരും അല്ലെ, c/a എന്ന് പറഞ്ഞാൽ കെ വരും. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ എന്ന് വരും. ഓക്കെ, നിങ്ങൾ നോക്കി, ഇത് നമ്മുടെ കയ്യിലുണ്ട്, ഇതും നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, പിന്നെ എന്ത് വരും, ഇവിടെ പ്ലസ് 2 ഇൻറ്റു കെ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, 2 ഇൻറ്റു കെ. ഇനി സോറി, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കെയുടെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, കെയുടെ വാല്യൂ ആണ്. സോറി, ഞാൻ പറഞ്ഞതിൽ ഒരു കറക്ഷൻ ഉണ്ട്. എന്താണ്, കെയുടെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്താ വരിക, ഇവിടെ 40 പ്ലസ് എന്ത് വരും, 2k. ഓക്കെ, ഇവിടെ എന്താ വരിക, 64. therefore 64 മൈനസ് 40 ഈക്വൽ ടു 2k. അപ്പൊ ഇവിടെ എന്ത് വരും, 2k എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2k ഇസ് ഈക്വൽ ടു 24. k ഈക്വൽ ടു എന്താണ്, 12. കെയുടെ വാല്യൂ എന്താണ്, 12 ആണ്. കെയുടെ വാല്യൂ നമുക്ക് എന്താ പറയുക, ഡി ആണ് ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പല കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നതാണ്. നമ്മളോട് ചോദിക്കും, എന്ത് ചോദിക്കും, ഇതൊന്നും ചോദിക്കില്ല. അതിന് പകരം 1/α പ്ലസ് 1/βയുടെ വാല്യൂ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് 1 അതിന്റെ റൂട്ടിന്റെ റെസിപ്രോക്കൽ ഇത് കാണാൻ വേണ്ടി വരും. 1/α പ്ലസ് 1/β കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, 1/α പ്ലസ് 1/β എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ. ഓക്കെ, രണ്ടും നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ എന്താണ്, 1/α സ്ക്വയർ പ്ലസ് 1/β സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എന്താ വരിക, ഇത് ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ എന്ത് വരും, ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ആണ്. ആൽഫ സ്ക്വയർ ബീറ്റ, ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയറിൽ ആരുണ്ട്, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് എഴുതാൻ പറ്റും ബൈ എന്താണ്, ആൽഫ ബീറ്റ ദ ഹോൾ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, ആൽഫ പ്ലസ് ബീറ്റയും കാണാൻ പറ്റും, അതുപോലെ ആൽഫ ബീറ്റയും കാണാൻ പറ്റും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആരെ കാണാം, ഇത് കാണാൻ പറ്റും. ഇനി അതേപോലെ നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ആൽഫ ക്യൂബ് പ്ലസ് 1 ആൽഫ ക്യൂബ് പ്ലസ് 1/β ക്യൂബ് എന്ന് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, 1/ആൽഫ ക്യൂബ് പ്ലസ് 1/β ക്യൂബ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതേപോലെ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഡിവൈഡ് ബൈ ആൽഫ ക്യൂബ് ഇൻറ്റു ബീറ്റ ക്യൂബ് ആണ് വരിക. അതിനെങ്ങനെ എഴുതാം, ആൽഫ ബീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഇതെങ്ങനെ കിട്ടും, ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആൽഫ ബീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നതിന് ഒരു ഫോർമുല ഉണ്ട്. എന്താണ്, a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ക്യൂബ് പ്ലസ് 3 അല്ലെങ്കിൽ എന്ത് ചെയ്യുക, a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3 ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് എന്ത് വരും, 3 ആൽഫ ബീറ്റ സ്ക്വയർ. ഇതിനാണ് നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് എന്ത് എഴുതാൻ പറ്റും, ഇവിടെ 3 ആൽഫ ബീറ്റ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആരാ, ഈ ക്വാണ്ടിറ്റി ആണ് ന്യൂമറേറ്ററിൽ വേണ്ടത്. തിരിച്ചു എഴുതി കഴിഞ്ഞാൽ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ആൽഫ പ്ലസ് ബീറ്റ നമ്മുടെ കയ്യിലുണ്ടാവും, ഇതിന്റെ ക്യൂബ് കാണാം, മൈനസ് എന്ത് ചെയ്യണം, 3 ആൽഫ ബീറ്റ നമ്മുടെ കയ്യിലുണ്ടാവും ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഈ വാല്യൂനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൽഫ ബീറ്റ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ചോദിക്കാൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൽഫയും ബീറ്റയും എന്താണ്, റൂട്ട്സ് ആണ്. ഇത് തന്നിട്ടുണ്ട് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇതാണെങ്കിൽ എന്താണ്, കെയുടെ വാല്യൂ കാണാനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുന്ന സമയത്ത് ഇത് കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ആദ്യ ഭാഗത്ത്. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യാണ്, ഇത് തന്നിട്ട് നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, കെ കാണാനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാണ്, നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ലോഗരിതാണ്. അപ്പോൾ ലോഗരിതത്തിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഭാഗം നമ്മൾ എവിടെ പഠിക്കുന്നത്, ഹൈസ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അതുപോലെ +2 നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, കോംപ്ലിമെന്ററി മാത്സിന് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പഠിക്കാറുണ്ട്. ആ ഭാഗത്തുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കി വെച്ചാൽ ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയും. അതായത് നമുക്കൊരു കംപ്ലീറ്റ് സിലബസ് എന്ന് പറഞ്ഞൊരു ഭാഗം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സിലബസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം, ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ PYQ ആണ്. PYQയിലെ 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഒരു കൺസെപ്റ്റും കൂടി നമ്മൾ അവിടെ മനസ്സിലാക്കാൻ പോവാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, 80 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ 80 മീറ്റർ ഹൈ ഉള്ള ഒരു ടവറിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യാണ്, താഴേക്ക് ഒരു ഇവിടത്തേക്കാണ് നോക്കുന്ന ഒരു ബസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ആ ബസ്സിന് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നു, കാണുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബസ് ടവറിന്റെ അകത്ത് നിന്ന് എത്ര ദൂരത്തിലാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ 10th ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്, ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ നമുക്ക് ഒരു വലിയ ഹൈറ്റ് ഉള്ള ഒരു അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ, ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ താഴേക്ക് നോക്കുന്ന സമയത്ത് എന്തുണ്ടാവും, അവിടെ എന്തുണ്ടാവും, സ്ട്രെയിറ്റ് ലൈൻ വ്യൂ ഉണ്ടാവും. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, എൻ്റെ കണ്ണിൽ ഒരു റേ എന്തുണ്ടാവും, സ്ട്രെയിറ്റ് ആയിട്ട് ആ ക്യാമറയുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതുപോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ സാധാരണ നോർമലായിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ കണ്ണിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ റേ പോകുന്നത്. അത് നമ്മളൊരു അസംഷനാണ്, ഇമാജിനേഷനാണ്, കാണാൻ വേണ്ടി പറ്റില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ. അവിടുന്ന് ഞാൻ താഴോട്ട് ഒരു സാധനം നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഉണ്ടായ ഒരു സാധനത്തിന് പോകുന്നത് ഞാൻ താഴോട്ട് നോക്കുമ്പോൾ എൻ്റെ ആ റേ എന്ത് ചെയ്യണം, താഴോട്ട് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ആ താഴെയുള്ള വസ്തുവിനെ ഞാൻ എന്ത് ചെയ്യുന്നത്, കാണും. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ എന്തുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വ്യൂ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യണം, എത്ര ഡീവിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, താഴെയുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണും. അപ്പോഴുണ്ടാക്കുന്ന ഈ ആംഗിളിനെ നമ്മൾ എന്താ പറയുക, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയും. ഇനി അതേപോലെ ഉണ്ട് താഴെ നിന്നിട്ട് ഇപ്പം ഞാൻ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയാണ് കാണുക, അല്ലെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്, ക്യാമറയിലേക്ക് കാണും. ഞാൻ എന്ത് മുകളിലുള്ള ഒരു സ്ഥലത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് എന്തുണ്ട്, എൻ്റെ ആ റേ എന്തുണ്ട്, ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുകളിൽ പോയി ടച്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ അവിടെയുള്ള വസ്തു കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, അതേപോലെ താഴെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരാൾ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇവിടെയാണ് കാണാം. അയാൾ താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഈ ലൈന് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആംഗിളിനെയാണ് എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, 10th വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൺസെപ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ആളെ ഹൈറ്റ് ഒന്നും അല്ല, അതുകൊണ്ട് നമ്മൾ ഈ ടവറിന്റെ മുകളിൽ നിന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പൊ എങ്ങനെയാ കാണുന്നത്, 80 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടവറിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഒരു ബസ്സിനെ നോക്കി കാണുന്നു. ഈ ആംഗിൾ എത്രയാണെന്നാ പറഞ്ഞത്, ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ടോട്ടൽ എത്രയായിരിക്കും, 90 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രിയാണ്. ഇത് നമുക്ക് എത്ര കിട്ടും, 30 ഡിഗ്രി. നമുക്ക് കാണേണ്ടത് ഈ ടവറിന് എത്ര ദൂരത്തിലാണ് ഈ ബസ് ഉള്ളത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇങ്ങനെ വന്നു, എന്ത് ചെയ്യുന്നു, ഇത് എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഇവിടെയുള്ളത് എത്രയാണ്, 30 ഡിഗ്രിയാണ്. ഈ ഹൈറ്റ് എത്രയാണ്, 80 മീറ്റർ ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഹൈറ്റ് ആണ്. ഓക്കെ, അതിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ആണ്, ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ടാൻ തീറ്റ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ എ, ഇതിന് ബി, ഇതിന് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ AB ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, BC. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എത്രയാ, 30 ഡിഗ്രി ആയതുകൊണ്ട് എന്ത് വരും, tan 30 ഈക്വൽ ടു എന്താണ് വരിക, tan 30 ഡിഗ്രി ഈക്വൽ ടു എന്ത് വരും, AB. AB എന്ന് പറഞ്ഞാൽ 80 ആണ്, ഡിവൈഡ് ബൈ എന്ത് വരും, എക്സ്. ഇനി അതിന് ഞാൻ എന്ത് എക്സിന് ഈ സൈഡിലേക്ക് കൊണ്ടായാൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, 80 ഡിവൈഡ് ബൈ tan 30 ഡിഗ്രി. ഇനി tan 30യുടെ വില നമുക്കറിയാം. tan 30യുടെ വില എന്താണ്, ടാനിന്റെ വില എങ്ങനെയാണ് പോകുന്നത്, 0 ഡിഗ്രി ആവുന്ന സമയത്ത് tan തീറ്റയുടെ വില, ഇവിടെ തീറ്റയാണ്, 0 ആണ് ഡിഗ്രി എങ്കിൽ എത്ര വരും, 0 എന്ന് വരും. 30 ഡിഗ്രി ആണ്, നമ്മളിത് പഠിക്കണം, സൈന് കോസ് ടാൻ ഒക്കെ നമ്മൾ പഠിക്കണം. എന്താണ്, 1/√3 ആണ് വരിക. അതുപോലെ 45 ആവുന്ന സമയത്ത് ടാനിന്റെ വില എന്താണ്, 1 ആണ്. അതുപോലെ 60 ഡിഗ്രി ആവുന്ന സമയത്ത് എന്ത് വരും, √3 വരും. 90 ഡിഗ്രി ആവുന്ന സമയത്ത് എന്ത് വരും, വലിയ ഹ്യൂജ് നമ്പർ ആണ്, ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ് ആണ്. ഇൻഫിനിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, വലിയ ഹ്യൂജ് നമ്പർ അല്ല, ഇൻഫിനിറ്റി ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. ഹ്യൂജ് നമ്പർ എന്നല്ല, ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്പർ കൂടിയാണ് വരിക. എന്താണ്, എന്ത് വരുന്നു, നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, 30 ഡിവൈഡ് ബൈ 80 ഡിവൈഡ് ബൈ എത്ര വരും, 1/√3.
അപ്പോൾ ഈ ഏറ്റവും താഴെയുള്ളത് എന്ത് വരും, മൾട്ടിപ്ലൈ ചെയ്ത് വരും, മുകളിൽ വരും 30 × √3. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ വരിക, 80 × 1.73. 80 × 1.73 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80യും അതിന്റെ കൂടെ എന്താ ഒരു 1.73 എന്ന് പറഞ്ഞാൽ ഹാഫും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു നമ്പർ ആരാ, ഇതാണ് വരിക. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഡബിൾ ആണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 80 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് വരിക 160 വരിക. ബാക്കിയൊക്കെ എന്താണ് 80നേക്കാൾ കുറവുള്ളതാണ്. ഇവിടെ നമ്മൾ 80നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1നേക്കാൾ കൂടുതൽ ഒരു നമ്പർ കൊണ്ടാണ്, പക്ഷെ 2 ആവുന്നില്ല. ആൻസർ ഏതാ വരിക, കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാനൊന്നും കരുത്, നമുക്ക് എൻട്രൻസ് എക്സാം ആണ്, നമുക്ക് എത്ര സമയം ഉണ്ടാവില്ല ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ, മിനിമം അത്രയും സമയം. ഇനി ഇതേപോലെ ആംഗിൾ ഓഫ് എലവേഷൻ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ബിൽഡിങ്ങിന്റെ ആയിട്ടാണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ് ആയിട്ട് എടുക്കുക, ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാണാം. ഇത് നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എവിടെ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് നിന്ന് ചോദിക്കുന്നത് നമുക്ക് പറയാനൊന്നും പറ്റില്ല. എന്താ 10th ലെവലിലുള്ള ഒരു കൺസെപ്റ്റാണ് ഇത്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ആ ഭാഗത്തുള്ള കൺസെപ്റ്റുകളൊക്കെ ഞാൻ പറയുന്നു. അപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഇവിടെ ആംഗിൾ 45, ഈ ആംഗിൾ എന്തായിരിക്കും 45, ഇതെന്താണ് 90 ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ 45 ഡിഗ്രി അതുപോലെ എന്താണ് 90 ഡിഗ്രി ആണെങ്കിൽ അവരുടെ സൈഡ്സ് എങ്ങനെയാണ് ഉണ്ടാവുക, രണ്ട് സൈഡ് സെയിം ആയിരിക്കും, ഒരു സൈഡ് എന്താണ് √2 മൾട്ടിപ്പിൾ, അതായത് ഇതും എന്തായിരിക്കും സെയിം ആണ്, 1 എന്തായിരിക്കും √2. എപ്പോഴും 1 അല്ല, ഇതിപ്പോൾ 2 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും, ഇത് എന്തായിരിക്കും ഇതിന്റെ √2 മൾട്ടിപ്പിൾ. ഇത് 10 ആണെങ്കിൽ ഇതും 10 ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എന്താണ് 10√2 ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു കൺസെപ്റ്റ് നമ്മളിവിടെ 10th ലെവലിൽ പഠിക്കുന്നത് എന്താണ്, ആംഗിൾ 30 ഡിഗ്രി അതുപോലെ എന്താണ് 60 ഡിഗ്രി അതുപോലെ 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ സൈഡ്സ് ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് ചെയ്യുന്നു 30 ഡിഗ്രി, ഇതെന്താണ് 60 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് അതിന്റെ √3 മൾട്ടിപ്പിൾ ആയിരിക്കും. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ചെറിയ സൈഡിന്റെ ഡബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാ വരിക, 1:√3 എന്താണ് 2 ആണ്. 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 1, അതുപോലെ എന്താണ് 60ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏറ്റവും ചെറിയ സൈഡിന്റെ √3 മൾട്ടിപ്പിൾ, പിന്നെ അതുപോലെ എന്ത് ചെയ്യും ഹൈപ്പോട്ടനസ് ആയ വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് ഡബിൾ ആയിട്ടാണ് എന്ത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാൻ തീറ്റ യൂസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും കാണേണ്ട സമയത്ത് ടാൻ തീറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ ഹൈപ്പോട്ടനസും ഓപ്പോസിറ്റ് സൈഡും ആണ് വരുന്നതെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ എന്താണ് അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടനസും ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ് തീറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിന് ചെറിയ സമയമേ ഉള്ളൂ, 20 ദിവസത്തോളേ ഉള്ളൂ. സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാണ് കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം 2025 എൻട്രൻസ് തന്നെ ക്ലിയർ ചെയ്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ.